Good morning everyone. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞ പോലെ തന്നെ 10ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും കുറച്ചും കൂടെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ അതിൽ നിന്നും നല്ലപോലെ ഒരു വ്യത്യാസമുള്ള ഒരു ചാപ്റ്ററാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ സ്ട്രക്ചർ ഓഫ് ആറ്റം. കാരണം നമ്മൾ കഴിഞ്ഞ കൊല്ലം അല്ലെങ്കിൽ നമ്മൾ പ്രീവിയസ് നമ്മൾ 10ാം ക്ലാസ്സിലായപ്പോൾ നമുക്ക് വലുതായിട്ട് നമ്മൾ ഫോർമുലാസിനെ കുറിച്ച് നമ്മൾ അല്ലെങ്കിൽ പ്രോബ്ലംസിനെ കുറിച്ച് നമ്മൾ വലുതായിട്ട് എന്ത് ചെയ്തിട്ടില്ല, ബോധർ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ നമുക്ക് വലുതായിട്ട് പ്രോബ്ലം അല്ലെങ്കിൽ സബ്ഷെല്ലിന്റെ വഴി അല്ലെങ്കിൽ നമുക്ക് അത്രയും ഡീറ്റെയിലേക്ക് നമുക്ക് ആറ്റത്തിലേക്ക് ഇറങ്ങിപ്പോകേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഈ കൊല്ലം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ വെച്ച് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ എന്തായിരിക്കും ഡീപ്പ് ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ ടോപ്പിക്സ് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കേണ്ടതാണുണ്ട്. ഓക്കെ, അപ്പൊ ഓൾറെഡി നമ്മളിപ്പോ ഡീൽ ചെയ്തുകൊണ്ടിരുന്നത് നമുക്ക് ഡിഫറെന്റ് മോഡൽസിനെ കുറിച്ചായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഓൾറെഡി നമ്മൾ 2 മോഡൽസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇപ്പൊ പ്ലംപുടി മോഡലും പ്ലാനറ്ററി മോഡൽ അല്ലെങ്കിൽ റുദർഫോർഡിന്റെ മോഡലുമാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പൊ 3rd മോഡലായിട്ടുള്ള ബോർ മോഡലിലേക്ക് നമ്മൾ പോകുന്നതിന് മുൻപായിട്ട് കുറച്ച് ഫാക്ടേഴ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഓരോ ഫാക്ടേഴ്സ് ആണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ കവർ ചെയ്ത് പോയിരുന്നത്. അപ്പൊ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, പ്ലാൻസ് ക്വാണ്ടം തിയറി, പിന്നെ എന്തായിരുന്നു സ്പെക്ട്രം, ലൈറ്റ് സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ. അപ്പൊ തുടങ്ങിയ പോർഷൻസ് ആയിരുന്നു നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിരുന്നത്, നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന് നമുക്ക് ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടോപ്പിക് അല്ലെങ്കിൽ ബോർ മോഡലിന് മുൻപായിട്ട് നമുക്ക് ഒരു ടോപ്പിക്കും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ആ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഒരു അൺസർട്ടനിറ്റിയെ കുറിച്ച് അല്ലെങ്കിൽ ഒരു എററിനെ കുറിച്ച് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ ജനറലി എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പം അതാണ് നമ്മുടെ ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അപ്പൊ ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മൾ ഒരു ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഒരു ആറ്റത്തിന് ചുറ്റും എന്തായിരിക്കും, ഒരു ഹൈ വെലോസിറ്റിയിൽ അല്ലെങ്കിൽ ഒരു ഹൈ സ്പീഡിൽ കടന്ന് ആക്സലറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിൾ ആയിരിക്കും അല്ലേ. ഒരു വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, വളരെ കൂടുതലായിരിക്കും. ഒരു ഹൈ വെലോസിറ്റിയിൽ കടന്ന് ആക്സലറേറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു ഇലക്ട്രോണിന്റെ പൊസിഷനും അതേപോലെ തന്നെ മൊമെന്റം, പൊസിഷനും മൊമെന്റും ഒരു സമയം അല്ലെങ്കിൽ കറക്റ്റ് ഒരു സമയം കൊണ്ട് നമുക്ക് ബോത്ത് പൊസിഷനും നമുക്ക് മൊമെന്റും എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ് എന്തെന്ന് പറയുന്നത് ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമുക്കിപ്പോ പൊസിഷൻ നല്ല ആക്യുറേറ്റ് ആയിട്ട് അറിയാം അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിന്റെ പൊസിഷൻ നല്ല ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് അറിയാന്നുണ്ടെങ്കിൽ അതിന്റെ മൊമെന്റം എന്ന് പറയുന്നത് എന്തായിരിക്കില്ല, നമുക്ക് അറിയത്തില്ല, ഒരു അൺനോൺ ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് അത്രയും ആക്യുറേറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് അതിന്റെ മൊമെന്റ് അല്ലെങ്കിൽ വെലോസിറ്റി, മൊമെന്റ് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത് എന്താ, മൊമെന്റ് എന്ന് പറഞ്ഞാൽ പീനെയാണ് നമ്മൾ മൊമെന്റ് എന്ന് പറയുന്നത്. മൊമെന്റ് ഈസിക്കൽ ടു മാസ് ഇൻടു വെലോസിറ്റി ആണ്. മാസ് എപ്പോഴും ഫിക്സഡ് ആണ്. എന്ന് വെച്ചാൽ മൊമെന്റം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന വെലോസിറ്റി ഓഫ് ദി ഇലക്ട്രോൺ ആയിരിക്കും അല്ലേ. അപ്പൊ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ എത്രയാണെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി സെക്കൻഡ് ഒരു കണ്ടീഷൻ ഉണ്ട്. ഫസ്റ്റ് കണ്ടീഷൻ ആണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. എന്ന് വെച്ചാൽ നമുക്ക് പൊസിഷൻ അറിയാം പക്ഷെ മൊമെന്റം അറിയാൻ പറ്റില്ല. ഇനി സെക്കൻഡ് ഒരു കണ്ടീഷൻ നിങ്ങൾ ആലോചിച്ചിട്ട് നോക്കുക, നിങ്ങൾക്ക് മൊമെന്റം അറിയാം, ആക്യുറേറ്റ് ആയിട്ട് മൊമെന്റം അറിയാം എന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് പൊസിഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കറക്റ്റ് ആയിട്ട് വാല്യൂ അറിയാൻ പറ്റില്ല. ഒരു പ്രോബബിലിറ്റി ആണ്, ഇന്ന സ്ഥലത്ത് ചിലപ്പോൾ കാണാനുള്ള ചാൻസ് എന്താണ്, കൂടുതലാണ്. അങ്ങനെ ഒരു പ്രോബബിലിറ്റി വേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു അൺസർട്ടനിറ്റി പറഞ്ഞൊരു പ്രിൻസിപ്പിളിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്, നമ്മൾ ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അപ്പൊ ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു കാൽക്കുലേറ്റ് ബോത്ത് പൊസിഷൻ ആൻഡ് മൊമെന്റം ഓഫ് ആൻ ഇലക്ട്രോൺ അറ്റ് ആൻ എക്സാക്ട് സെയിം ടൈം. അപ്പൊ നമ്മൾ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈം എടുക്കുന്നു. ആ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈം കൊണ്ട് നമുക്ക് അതിന്റെ വെലോസിറ്റിയും അതേപോലെ തന്നെ അതിന്റെ പൊസിഷൻ, ഇലക്ട്രോണിന്റെ എക്സാക്ട് ആയിട്ടുള്ള പൊസിഷനും വെലോസിറ്റിയും ഒറ്റ ടൈം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഒന്നുകൂടെ പറയാണ്. അപ്പൊ ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ച് നമുക്ക് ഒരിക്കലും ഒരു ഇലക്ട്രോണിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന്റെ എക്സാക്ട് ആയിട്ടുള്ള പൊസിഷനും അതേപോലെ തന്നെ വെലോസിറ്റിയും ഒരു സമയം തന്നെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പൊ പൊസിഷൻ ആക്യുറേറ്റ് ആയിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തറിയാൻ പറ്റത്തില്ല, അതിന്റെ വെലോസിറ്റിയോ അല്ലെങ്കിൽ അതിന്റെ മൊമെന്റം എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ മൊമെന്റം അറിയാം അല്ലെങ്കിൽ അതിന്റെ വെലോസിറ്റി എക്സാക്റ്റ് ആയിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ പക്ഷെ അതിന്റെ പൊസിഷൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അപ്പം അത് പറയാൻ പറ്റത്തില്ല.
അപ്പൊ അതാണ് നമ്മള് ഹൈസൻബർഗിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പൊ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഈ ഡെൽറ്റ എക്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ അൺസർട്ടനിറ്റി ആണ് പറയുന്നത്, അല്ലെങ്കിൽ എററിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈ അൺസർട്ടനിറ്റി അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ നമുക്ക് എത്ര അവോയ്ഡ് ചെയ്താലും നമുക്ക് കുറച്ച് എററിന് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ള എററിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, അൺസർട്ടനിറ്റി എന്ന് പറയും. അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ ആണ് നമ്മൾ ഡെൽറ്റ എക്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ ആണ് ഡെൽറ്റ എക്സും അൺസർട്ടനിറ്റി ഇൻ മൊമെന്റം ആണ് ഡെൽറ്റ പി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ മൊമെന്റിന്റെ അൺസർട്ടനിറ്റി ആണ്. ഇനി അടുത്ത ഈ ഡെൽറ്റ പി നെ തന്നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഈസ് ഈക്വൽ ടു ഡെൽറ്റ എം ബി എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റും. എന്ന് വെച്ചാൽ എം ബിനും ഡെൽറ്റ ഉണ്ട്, ബിക്കും ഡെൽറ്റ ഉണ്ട്. പക്ഷേ ഒരു ഇലക്ട്രോണിന്റെ വെലോസിറ്റി അതിന്റെ ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് വാല്യൂ അല്ലേ. അപ്പൊ അതിന്റെ മാറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് വാല്യൂ. അപ്പൊ അതിനകത്ത് ഇനി എന്തെങ്കിലും എറർ വരാൻ ചാൻസ് ഉണ്ടോ? ഇല്ല. അതെന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ പക്കയായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വാല്യൂ ആയതുകൊണ്ട് എമ്മിന് അൺസർട്ടനിറ്റി ഇല്ല. പകരം എന്തിന് മാത്രമേ അൺസർട്ടനിറ്റി വരത്തുള്ളൂ, വെലോസിറ്റിക്ക് മാത്രമേ അൺസർട്ടനിറ്റി വരുള്ളൂ. ഓക്കെ, ഇത് കാണാൻ പറ്റുന്നുണ്ടോ അപ്പുറത്ത് എഴുതിയിരിക്കുന്നത്? ഹലോ, കാണാൻ പറ്റുന്നില്ല സാർ. ഇപ്പഴാ കാണാം സാർ. പറ്റുന്നുണ്ടോ? ഓക്കെ, ഇപ്പൊ കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ ആണ്, അതേ ഡെൽറ്റ പി എന്ന് പറയുമ്പോൾ അൺസർട്ടനിറ്റി ഇൻ മൊമെന്റം ആണ്. ഓക്കെ, അൺസർട്ടനിറ്റി ഇൻ മൊമെന്റം അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഡിഫറൻസിയേഷൻ ഇപ്പൊ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അതിനകത്ത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരെണ്ണത്തിന് അൺസർട്ടനിറ്റി ഉണ്ട്, അല്ലെങ്കിൽ പി എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, മാസ് ഇൻറ്റു വെലോസിറ്റിയാണ് നമ്മൾ മൊമെന്റം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മാസിനും അൺസർട്ടനിറ്റി ഉണ്ട്, വെലോസിറ്റിക്കും അൺസർട്ടനിറ്റി ഉണ്ട്. പക്ഷെ മാസിന്റെ വാല്യൂ ഒരു ഫിക്സഡ് വാല്യൂ, അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഹൈലി ഒരു ഫിക്സഡ് ചെയ്തിരിക്കുന്ന ഒരു വാല്യൂ. എന്ന് വെച്ചാൽ 9.1 into 10 raised to minus 31 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്, 9.1 into 10 raised to minus 31 കിലോഗ്രാം എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് വാല്യൂ ആയിരിക്കും. അതുകൊണ്ട് അൺസർട്ടനിറ്റി മാസിന് കാണില്ല, പകരം വെലോസിറ്റിക്ക് മാത്രമേ എന്ത് കാണുള്ളൂ, അൺസർട്ടനിറ്റി ഉള്ളൂ. അപ്പൊ ഈ ഇക്വേഷൻ നമ്മൾ വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ ഡെൽറ്റ എക്സ് ഇൻറ്റു എം ഡെൽറ്റ വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 ഡിവൈഡഡ് ബൈ 4 പൈ എന്ന് വരും. ഇതിൽ എച്ചിന്റെ വാല്യൂ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്തായിരിക്കും, പ്ലാങ്ക്സ് കോൺസ്റ്റന്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, എച്ച് എന്ന് പറയുന്നത് വിളിക്കുന്നത്. അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 6.626 into 10 raised to minus 34 ജൂൾസ് സെക്കൻഡ് എന്ന് പറയുന്നതായിരിക്കും അതിന്റെ വാല്യൂ. ഓക്കെ, അപ്പം അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഒരിക്കലും ഒരു ഇലക്ട്രോണിന്റെ പൊസിഷനും അതേപോലെ തന്നെ അതിന്റെ മൊമെന്റവും നമുക്ക് എക്സാക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം അറിയാവുന്നുണ്ടെങ്കിൽ മറ്റൊരു പാരാമീറ്റർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇതിന്റെ ഒരു അൺസർട്ടനിറ്റി കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ആണ് ഡെൽറ്റ എക്സ് ഇൻറ്റു എം ഡെൽറ്റ വി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ 4 പൈ. അപ്പൊ എച്ച് ഡിവൈഡഡ് ബൈ 4 പൈ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്, എച്ച് ഡിവൈഡഡ് ബൈ 4 പൈ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ബോർ മോഡലിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് കുറച്ച് ടോപ്പിക്സ് എന്ത് ചെയ്യാനുള്ള, നമുക്ക് കവർ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതെല്ലാം കവർ ചെയ്തതുകൊണ്ട് അടുത്ത നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്തിലേക്ക് കടക്കുക, ബോർ മോഡലിലേക്ക് കടക്കുകയാണ്. അതിൽ ബോർ മോഡലിൽ ചില പോയിന്റ്സ് ഒക്കെ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ള പോയിന്റ്സ് ആണ്. പക്ഷെ നമ്മൾ മെയിൻ ആയിട്ട് ഡീൽ ചെയ്യാൻ പോകുന്നത് കുറച്ച് ഇക്വേഷൻസ് ഒക്കെ ഉള്ള പോയിന്റ്സ് ഉണ്ട്. അതായിരിക്കും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നല്ല പുതിയതായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ടോപ്പിക്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ബോർ മോഡലിലേക്ക് കടക്കാം. അപ്പൊ ബോർ മോഡലിലേക്ക് കടക്കുമ്പോൾ ബോർ മോഡലിലെ കുറച്ച് പോസ്റ്റ്ലേറ്റ്സ് ഉണ്ട് അല്ലേ. ബോർ മോഡൽ എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാ മോഡലിലും കുറച്ച് പോസ്റ്റ്ലേറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് പോയിന്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ബേസ് ആയിട്ട് അതിന്റെ കൺസ്ട്രക്ഷന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്.
അപ്പൊ അതിനെ കുറിച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പോസ്റ്റുലേറ്റ് അല്ലെങ്കിൽ ബോർ മോഡലിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആൻഡ് നമുക്ക് ഓൾറെഡി പഠിച്ചിട്ടുള്ള, നിങ്ങൾ ഓൾറെഡി കൊച്ചു ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള, കഴിഞ്ഞ കൊല്ലം നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു പോയിന്റ് ആണ് നമുക്ക് ആദ്യം തുടങ്ങാൻ പോകുന്നത്. ഓക്കെ, ഓക്കെ. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ഓൾറെഡി കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുള്ള പോയിന്റ് തന്നെയാണ്. ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൗണ്ട് ന്യൂക്ലിയസ് in a fixed path known as orbit or energy level or stationary states. ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഫസ്റ്റ് പോസ്റ്റുലേറ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഇലക്ട്രോൺ എപ്പോഴും ന്യൂക്ലിയസിന് ചുറ്റും എന്തായിരിക്കും, ഒരു ഫിക്സഡ് പാത്തിലായിരിക്കും റിവോൾവ് ചെയ്യുന്നത്. ആ ഫിക്സഡ് പാത്തിനെയാണ് നമ്മൾ എന്തൊക്കെ പേരിൽ വിളിക്കുന്നത്, ഓർബിറ്റ് എന്ന്, അല്ലെങ്കിൽ എനർജി ലെവൽ എന്ന്, അല്ലെങ്കിൽ സ്റ്റേഷനറി സ്റ്റേറ്റ്സ് എന്നൊക്കെ നമ്മൾ വിളിക്കും. അപ്പൊ സ്റ്റേഷനറി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇലക്ട്രോൺ ആ റിവോൾവ് ചെയ്യുന്ന പാത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, നമ്മൾ ഓർബിറ്റ് അല്ലെങ്കിൽ സ്റ്റേഷനറി ലെവൽ അല്ലെങ്കിൽ നമ്മൾ എനർജി ലെവൽ എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് പറയാൻ പോകുന്നത് നമ്മളെ റുദർഫോർഡ് മോഡലിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു അല്ലേ. റുദർഫോർഡ് മോഡലിൽ കുറച്ച് ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പൊ അതിനാണ് നമുക്ക് സെക്കൻഡ് പോസ്റ്റുലേറ്റ് പറയുന്നത്. അപ്പൊ ഈ സെക്കൻഡ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ഇൻ ഈച്ച് ഓർബിറ്റ് ഹാസ് ഡെഫിനിറ്റ് എനർജി. അപ്പൊ ഇലക്ട്രോൺ സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഓരോ ഓർബിറ്റിൽ കാണപ്പെടുന്ന ഇലക്ട്രോൺസിന്റെ എനർജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഒരു ഡെഫിനിറ്റ് വാല്യൂ ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഫിക്സഡ് വാല്യൂ ആയിരിക്കും. അപ്പൊ റുദർഫോർഡിന്റെ മോഡൽ എന്തായിരുന്നു, അതിന്റെ ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു റുദർഫോർഡ് മോഡലിനകത്ത്. അപ്പൊ റുദർഫോർഡിന്റെ മോഡലിൽ നമ്മുടെ മാക്സ്വെൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ചോദിച്ചിട്ടുള്ളത് എന്തായിരുന്നു, ഇലക്ട്രോൺസ് കടന്ന് റിവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ എനർജി ലെവൽ എന്ത് ചെയ്യും, കുറയുമല്ലോ എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം അതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ടാണ് നമ്മൾ ബോർ എന്ത് പറഞ്ഞിരിക്കുന്നത്, ഇലക്ട്രോൺ അതിന്റെ ഓർബിറ്റിൽ അല്ലെങ്കിൽ അത് ഇരിക്കുന്ന ഒരു ഓർബിറ്റിൽ ഇരിക്കുന്നോളം കാണുന്നതോറും അതിന്റെ എനർജി എന്തായിരിക്കും, സെയിം ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഡെഫിനിറ്റ് വാല്യൂ ആയിരിക്കും. ആ എനർജിക്ക് എന്ത് വരില്ല, ഒരു മാറ്റവും വരുത്തില്ല എന്നാണ് എന്ത് പറയുന്നത്, ബോർ മോഡൽ പറയുന്നത്. അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ടാണ് തേർഡ് പറയുന്നത്. As long as electrons remain in an orbit, the energy of the orbit will be same. അപ്പം അത് ആ ഓർബിറ്റിൽ കാണുന്ന, അത് എത്രത്തോളം ആ ഓർബിറ്റിൽ കാണപ്പെടുന്നു അതുവരെ ആ എനർജി, ആ ഇലക്ട്രോണിന്റെ എനർജിക്ക് എന്ത് വരില്ല, ഒരു മാറ്റവും വരില്ല. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് അത് മറക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് മൂൺ തന്നെ എടുക്കാം. മൂൺ നമ്മൾ എർത്തിന്റെ ചുറ്റും പണ്ട് തൊട്ടേ അല്ലെ, എർത്ത് ഉണ്ടായ അല്ലെ എർത്ത് ഫോം ചെയ്ത കാലം തൊട്ടേ എന്ത് ചെയ്യുന്നുണ്ട്, മൂൺ എന്ന് പറയുന്ന ഒരു സെലസ്റ്റിയൽ ബോഡി എന്ത് ചെയ്യുന്നുണ്ട്, എർത്തിന് ചുറ്റും ഇങ്ങനെ റിവോൾവ് ചെയ്തു വരുന്നുണ്ട്. അപ്പൊ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, മൂൺ എന്ന് പറയുന്നത് നമ്മൾ എർത്തിൽ വന്ന് ഇടിച്ചിട്ടുണ്ടോ, ഇല്ല. കാരണം എന്താണ്, അതിന്റെ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു ഓർബിറ്റ് ഉള്ള കാലം വരെ മൂൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ആ ഓർബിറ്റിൽ തന്നെ കാണപ്പെടും. എപ്പോഴാണോ അതിന്റെ ഓർബിറ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, ഒരു മാറ്റം വരുന്നത്, അപ്പോൾ മാത്രമേ നമ്മൾ എർത്തുമായിട്ടുള്ള കൊളിഷൻ അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റിന് ചാൻസ് ഉള്ളൂ. അപ്പം ഇലക്ട്രോൺസിന്റെ കാര്യത്തിലും സെയിം ആയിട്ട് ഇങ്ങനെ ആലോചിച്ച് വെക്കുക, എത്ര കാലം വരെ അത് ആ ഓർബിറ്റലിൽ തന്നെ നിലകൊള്ളുന്നു അത്രയും സമയം വരെ അതിന്റെ എനർജിക്ക് എന്ത് വരില്ല, ഒരു മാറ്റം വരില്ല. അപ്പം എനർജിയെ എന്തെങ്കിലും മാറുമെന്ന് ചോദിച്ചാൽ ഓർബിറ്റലിൽ നിൽക്കുന്ന കാലം വരെ ആ ഇലക്ട്രോൺസിന്റെ എനർജി ലെവലിൽ എന്ത് വരില്ല, ഒരു മാറ്റവും വരില്ല. ഇനി അടുത്ത പോസ്റ്റുലേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇനി എനർജി മാറും. എങ്ങനെയൊക്കെ, the electrons can, അടുത്ത പോസ്റ്റുലേറ്റ് എന്ന് പറഞ്ഞാൽ the electrons can jump from
one to another orbit by absorbing or emitting energy. അപ്പം ഇനി മാറ്റാൻ വരാം, അതാണ് നമ്മൾ അടുത്ത പോയിന്റ് പറയുന്നത്. അപ്പൊ എങ്ങനെ മാറ്റാം, ഒരു എനർജി എങ്ങനെ മാറ്റാൻ പറ്റും? ഇലക്ട്രോൺ ഒരു ഓർബിറ്റലിൽ നിന്നും വേറൊരു ഓർബിറ്റലിലേക്ക് മാറും. എങ്ങനെ? അത് ഒന്നെങ്കിൽ എന്ത് ചെയ്യണം, എനർജി അബ്സോർബ് ചെയ്യണം, അല്ലെങ്കിൽ എനർജി എന്ത് ചെയ്യണം, എമിറ്റ് ചെയ്യണം. അപ്പൊ നാലാമത്തെ പോയിന്റ് ആണ് നമ്മൾ ഈ കൊല്ലം നമ്മൾ ജസ്റ്റ് നമ്മൾ ഒരു പുതിയതായിട്ട് അല്ലെങ്കിൽ ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് അടുത്ത് പറയുന്നത്. എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഈ എനർജി ലെവലിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഡെൽറ്റ E is equal to E2 minus E1. E2 minus E1. ഇതിൽ നിങ്ങൾ വേറെ ബോധമൊന്നും ചെയ്യണ്ട. E2 ഇങ്ങനെ പഠിച്ചു വെച്ചിരുന്നത്. E2 എന്ന് പറഞ്ഞാൽ ഏതിൽ നിന്നാണോ ഇലക്ട്രോൺ പോകുന്നത്, ഫ്രം വിച്ച് ഇലക്ട്രോൺ ഈസ് മൂവിങ്, ഏതാണോ ഏത് ഷെല്ലിൽ നിന്നോ എനർജി. E2 എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, എനർജി ഓഫ് ദി ഇലക്ട്രോൺ ഇനീഷ്യൽ ഫേസ്. അപ്പൊ എന്ന് വെച്ചാൽ ആദ്യം മൂവ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു ജമ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഒരു ഓർബിറ്റലിൽ കാണപ്പെടുമല്ലോ, ആ ഒരു ഫസ്റ്റ് എവിടെയാണോ ഇരുന്ന് ആ ഒരു ഇതിനെയാണ്, അതിന്റെ എനർജിനെയാണ് E2 എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എനർജി ഓഫ് ദി ഓർബിറ്റ് ഓഫ് ദി ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഓർബിറ്റ് ഫൈനൽ എന്ന് വെച്ചാൽ ഫൈനൽ ആയിട്ടുള്ള ഫേസ് ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഇപ്പം ജസ്റ്റ് നമ്മളൊരു എക്സാമ്പിളിന് വേണ്ടി വരയ്ക്കാം. ഒരു ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിൽ ഞാൻ ഇപ്പോൾ അസ്യൂം ചെയ്യുന്നത് ഇലക്ട്രോൺ എവിടെ നിൽക്കുന്നതായിട്ട് ഫസ്റ്റ് ഓർബിറ്റലിൽ നിൽക്കുന്നു, കുറച്ച് എനർജി അബ്സോർബ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, സെക്കൻഡ് ഓർബിറ്റലിലേക്ക് പോകുന്നു. ഇലക്ട്രോണിനെ എന്താണ് അസ്യൂം ചെയ്തത്, ഫസ്റ്റ് ഓർബിറ്റലിൽ നിന്ന് സെക്കൻഡ് ഓർബിറ്റലിലേക്ക് പോകുന്നു. അങ്ങനെയാണെങ്കിൽ E2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അത് ജമ്പ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അത് എങ്ങനെയാണോ ആദ്യം നിന്ന ആ ഒരു ഷെല്ലിന്റെ എനർജിനെയാണ് E2 എന്ന് പറയുന്നത്. E1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അത് ജമ്പ് ചെയ്തതിന് ശേഷമുള്ള എനർജി ലെവൽ, അത് ജമ്പ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഫൈനൽ ആയിട്ട് അത് എത്തിപ്പെട്ട ഓർബിറ്റിന്റെ എനർജി ലെവലിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, E1 എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡിഫറൻസ് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എനർജി ഡിഫറൻസ് എന്ന് പറയും. ഇനി അടുത്തൊരു കാര്യം ശ്രദ്ധിക്കുക, നമുക്ക് ഈ കിട്ടുന്ന ഡെൽറ്റ ഇന്റെ വാല്യൂ നെഗറ്റീവ് ആണ് കിട്ടുന്നത്. ഡെൽറ്റ ഇന്റെ വാല്യൂ ഒരു നെഗറ്റീവ് ആണ് കിട്ടുന്നെങ്കിൽ നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ അവിടെ എനർജി എമിഷൻ ആണ് സംഭവിച്ചത്, അല്ലെങ്കിൽ ഇലക്ട്രോൺ എന്ത് ചെയ്തു, എനർജി എമിറ്റ് ചെയ്തു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി അത് തന്നെ നമുക്ക് ഈ ഡെൽറ്റ ഇ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് വാല്യൂ ആണ് നിങ്ങൾക്ക് കിട്ടിയത്. ഡെൽറ്റ ഇ അല്ലെങ്കിൽ ഈ ഡിഫറൻസ് വാല്യൂ എന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് ഒരു പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ അവിടെ എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇലക്ട്രോൺസ് എന്ത് ചെയ്തു, എനർജി അബ്സോർപ്ഷൻ ചെയ്തു, അല്ലെങ്കിൽ എനർജിനെ എന്ത് ചെയ്തു, അബ്സോർബ് ചെയ്തു. അപ്പൊ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആദ്യത്തെ 4 പോയിന്റ് പറയാം, ഒന്നും കൂടെ ഒരു പോയിന്റ് ഉണ്ട്, പക്ഷെ അത് മായ്ച്ചിട്ട് നമുക്ക് എഴുതാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ ബോഡി സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ ആദ്യത്തെ 4 ഒന്നും കൂടെ പറയുകയാണ്. ആദ്യത്തെ പോയിന്റ് എന്താണ്, ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൗണ്ട് ദി ന്യൂക്ലിയസ് ഇൻ എ ഫിക്സഡ് പാത്ത് കാൾഡ് എന്തൊക്കെയാണ്, ഒന്ന് ഓർബിറ്റ്, അല്ലെങ്കിൽ സ്റ്റേഷനറി സ്റ്റേറ്റ്സ്, അല്ലെങ്കിൽ എനർജി ലെവൽ. അപ്പം ആ ഒരു പാത്തിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ഓർബിറ്റ്, അല്ലെങ്കിൽ സ്റ്റേഷനറി സ്റ്റേറ്റ്സ്, അല്ലെങ്കിൽ എനർജി ലെവൽ. ഇനി അത് കഴിഞ്ഞിട്ട് എന്തായിരിക്കും, ഇലക്ട്രോൺസ് ഓഫ് ഇൻ ഈച്ച് ഓർബിറ്റ് ഹാവ് ഡെഫിനിറ്റ് എനർജി. ഓരോ ഓർബിറ്റലിൽ നിൽക്കുന്ന ഇലക്ട്രോൺസിന്റെ എനർജി എന്തായിരിക്കും, ഒരു ഡെഫിനിറ്റ് വാല്യൂ ആയിരിക്കും, അല്ലാതെ അതിന് എനർജി എന്ത് ചെയ്യുന്നില്ല, ലോസ് ചെയ്യില്ല. ഇനി അടുത്ത മൂന്നാമതായിട്ട് പറയാനുള്ളത് എന്താണ്, as long as electrons are remaining in their orbit, the energy of the orbit will not be unchanged, അല്ലെങ്കിൽ will not be changed. അതിന്റെ ഓർബിറ്റിന്റെ എനർജി ലെവലിന് എന്ത് വരില്ല, ഒരു മാറ്റം വരില്ല. എത്രത്തോളം കാലം ആ ഇലക്ട്രോൺ എന്ന് പറയുന്ന ഓർബിറ്റിൽ കാണപ്പെടുന്നു അതുവരെ അതിന് എനർജിക്ക് ഒരു മാറ്റം വരില്ല. അപ്പൊ ഇത് നിങ്ങൾ കൺഫ്യൂസ് ചെയ്യാനും മറക്കാതിരിക്കാൻ വേണ്ടി നോർമലി നമ്മുടെ മൂണിന്റെയും എർത്തിന്റെയും കാര്യം ആലോചിക്കുക. മൂൺ എന്ന് പറഞ്ഞാൽ അതിന്റെ ഓർബിറ്റിൽ കാണപ്പെടുന്നവരെ അത് എന്ത് ചെയ്യില്ല, അത് എർത്തുമായിട്ട് ഒരു പ്രശ്നം വരില്ല, അല്ലെങ്കിൽ എർത്തിലേക്ക് വന്ന് വീഴില്ല. ഇനി നാലാമത്തെ പോയിന്റ് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ്, കാരണം കഴിഞ്ഞ കൊല്ലത്തിൽ നിന്നും ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഒരു ഫോർമുല വരുന്നുണ്ട് അല്ലേ. അപ്പൊ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണ്, ഇനി ഇലക്ട്രോണിന്റെ എനർജി ലെവൽ ചേഞ്ച് ആകും, ഇലക്ട്രോണിന്റെ എനർജി ലെവൽ ചേഞ്ച് ആകും. എങ്ങനെ ചേഞ്ച് ചെയ്യാം, ഒന്നെങ്കിൽ എനർജി അബ്സോർബ് ചെയ്ത് ഒരു ഓർബിറ്റലിൽ നിന്നും മറ്റൊരു ഓർബിറ്റലിലേക്ക് ജമ്പ് ചെയ്യണം, അല്ലെങ്കിൽ എനർജി
എലിമിനേറ്റ് അല്ലെങ്കിൽ റിമൂവ് ഇജക്ട് ചെയ്തിട്ട് ഒരു ഓർബിറ്റിൽ നിന്നും മറ്റൊരു ഓർബിറ്റിലേക്ക് ജമ്പ് ചെയ്യണം. അപ്പൊ ആ ഒരു എനർജി ഡിഫറൻസ് അങ്ങനെ ജമ്പ് ചെയ്യുമ്പോൾ എന്തുണ്ട്, ഒരു എനർജി ഡിഫറൻസ് ഉണ്ട്. ആ എനർജി ഡിഫറൻസിനെയാണ് ഡെൽറ്റ ഇ എന്ന് പറയും. ഡെൽറ്റ ഇ കണ്ടുപിടിക്കാൻ വേണ്ടി E2 മൈനസ് E1 ചെയ്താൽ മതി, ഇനിഷ്യൽ മൈനസ് ഫൈനൽ ചെയ്താൽ മതി. ഇനി ഡെൽറ്റ ഇ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നത്. ഡെൽറ്റ ഇ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ അവിടെ എന്താണ് സംഭവിച്ചത്, എമിഷൻ ആണ് സംഭവിച്ചത്. അത് ഡെൽറ്റ ഇ ഒരു പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടിയെങ്കിൽ ഇലക്ട്രോണിന് എനർജി അബ്സോർപ്ഷൻ ആണ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇതാണ് 4 പോയിന്റ് പറയുന്നത്. ഇനി നമുക്ക് ഒരു അഞ്ചാമതൊരു പോയിന്റ് പറയാനുണ്ട്. അത് ആംഗുലാർ മൊമെന്റത്തിനെ ബേസ് ചെയ്താണ് പറയുന്നത്. അപ്പൊ അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്തിനാണ്, ആംഗുലാർ മൊമെന്റ്. അപ്പൊ ആംഗുലാർ മൊമെന്റ് എന്താ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ആംഗുലാർ വെലോസിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോഡി അതിന്റെ ആംഗുലാർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ആലോചിക്കണ്ട, അതിനെ ആ ഒരു സംഭവം അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള മൊമെന്റത്തിനെ റേഡിയസ് എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, മെയിൻ ആയിട്ട് ഒരു കർവ് അല്ലെങ്കിൽ ഒരു സർക്കുലർ ബോഡിക്കാണ് നമുക്ക് ഈ ആംഗുലാർ എന്ന് പറയുന്ന ഒരു ഫിനോമിന അല്ലെങ്കിൽ ആംഗുലാർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അടുത്ത നമ്മൾ പറയുന്നത് പറഞ്ഞാൽ അഞ്ചാമത്തത്. അപ്പൊ ആംഗുലാർ മൊമെന്റം of an electron is a fixed value and is equal to nh divided by 2pi. nh divided by 2pi എന്നായിരിക്കും അതിന്റെ എന്ത് പറയുന്നത്, ആ ആംഗുലാർ മൊമെന്റം കണ്ടുപിടിക്കാൻ വേണ്ടി മൊമെന്റത്തിന്റെ കൂടെ r എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ അല്ലെങ്കിൽ റേഡിയസ് ഓഫ് ദി ഓർബിറ്റ് കൊണ്ട് എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ nh divided by 2pi. ഇവിടെ ശ്രദ്ധിക്കുക, n എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് ദി ഷെല്ല്. ഏത് ഷെല്ലിലാണോ കാണപ്പെടുന്നത് അതാണ് നമ്മൾ n എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. h എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് വാല്യൂ തൊട്ട് മുൻപ് ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ 6.626 into 10 raised to minus 34. 2 ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. പൈ എന്ന് പറയുന്നത് എത്ര, 3.14 അല്ലെങ്കിൽ 22 divided by 7. ഇനി ഇവിടെയുള്ള m എന്ന് പറഞ്ഞാൽ ആരെയാണ് ഉദ്ദേശിക്കുന്നത്, മാസ് ഓഫ് ഇലക്ട്രോൺസ് ആയിരിക്കും. v എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ് ആയിരിക്കും. തേർഡ് ആവേശം കൊണ്ട് r എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ഇലക്ട്രോൺ അല്ല, പകരം റേഡിയസ് ഓഫ് ഓർബിറ്റ് ആയിരിക്കും. എല്ലാം ഒറ്റയടിക്കുന്ന ഇലക്ട്രോൺ എന്ന് പറഞ്ഞ് ലാസ്റ്റ് എന്ത് ചെയ്യലും, r എന്ന് പറഞ്ഞ റേഡിയസ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞ് എഴുതി വെക്കല്ലോ, r എന്ന് പറഞ്ഞ റേഡിയസ് ഓഫ് ഓർബിറ്റ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ഈ ഇത്ര 5 പോസ്റ്റ്ലേറ്റ്സ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ പോസ്റ്റ്ലേറ്റ്സ് ഒന്നും കൂടെ പറയാം. ബേസ് ആയിട്ടുള്ള പോസ്റ്റ്ലേറ്റ്സ് എന്തൊക്കെയാണ്, ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് ഇൻ എ ഫിക്സ്ഡ് ഓർബിറ്റ് കോൾഡ് ഓർബിറ്റ്, സ്റ്റേഷനറി സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ എനർജി ലെവൽ. ഇനി അത് കഴിഞ്ഞിട്ട് എന്താണ് പറഞ്ഞത്, എനർജി ഓഫ് ആൻ ഇലക്ട്രോൺസ് വിൽ ബി ഫിക്സഡ് അല്ലേ, അതിന്റെ ഓർബിറ്റിന്റെ എനർജി എന്തായിരിക്കും, ഫിക്സഡ് ആയിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് എന്തായിരിക്കും, അതിന്റെ ഇലക്ട്രോൺ എനർജി ലെവൽ ചേഞ്ച് ചെയ്യും. എപ്പം, ഒന്നെങ്കിൽ അബ്സോർബ് അല്ലെങ്കിൽ ഒന്നെങ്കിൽ എന്ത് ചെയ്യണം, അബ്സോർബ് ചെയ്യണം അല്ലെങ്കിൽ എമിറ്റ് ചെയ്യണം. അതിന്റെ ഇക്വേഷൻ ആണ് ഡെൽറ്റ E = E2 - E1. E2 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇനിഷ്യൽ, E1 എന്ന് പറഞ്ഞാൽ ഫൈനൽ. ഇനി കിട്ടിയത് ഒരു നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ അതിന്റെ മീനിങ് എന്തായിരിക്കും, ഇലക്ട്രോൺ അവിടെ എന്ത് ചെയ്തു, എനർജി എമിറ്റ് ചെയ്തു. ഇനി കിട്ടിയിരിക്കുന്ന ഡെൽറ്റ E എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ അവിടെ എന്താണ് മനസ്സിലാക്കേണ്ടത്, ഇലക്ട്രോൺ എന്ത് ചെയ്തിട്ടുണ്ട്, എനർജി അബ്സോർബ് ചെയ്തു എന്നാണ് നമുക്ക് അവിടെ മനസ്സിലാക്കേണ്ടത്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോസ്റ്റ്ലേറ്റ് ഉണ്ട്. നമ്മൾ ഇതുവരെ കേൾക്കാത്ത ഒരു ബോർ മോഡലിന്റെ ഒരു ഇതിനാണ് ഏതെന്ന് പറയുന്നത്, ആംഗുലാർ മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഒരു ഫിക്സഡ് വാല്യൂ ആയിരിക്കും. ഇറ്റ് ഈസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് n. ഒരു n ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. എന്ന് വെച്ചാൽ n ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ആംഗുലാർ മൊമെന്റം എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ആംഗുലാർ മൊമെന്റം കണ്ടുപിടിക്കാൻ വേണ്ടി mb നോർമൽ മൊമെന്റത്തിന്റെ കൂടെ റേഡിയസ് ഓഫ് ദി ഓർബിറ്റ് എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഈസ് ഈക്വൽ ടു nh divided by 2pi. കൺഫ്യൂഷൻ വരലും ഹെയ്സൻബർഗ് പ്രിൻസിപ്പിളിനകത്ത് nh divided by 4pi യൂസ് ചെയ്തു. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഇക്വേഷൻ എന്താണ്, nh divided by 2pi ആണ്. രണ്ടും കൂടെ ചേർത്ത് കൺഫ്യൂസ് ചെയ്യരുത്. ഓക്കെ, അപ്പൊ ഇത് കൂടാതെ ഒരു 2 ഇക്വേഷൻ കൂടെ, ഇപ്പൊ ബോർ മോഡലിൽ 5 പോസ്റ്റ്ലേറ്റ്സ് ആയി. അപ്പൊ അത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് കൂടാതെ ഒരു 2 ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. കാരണം അത് പഠിച്ചാൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ 2 ഇക്വേഷൻ. ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ എനർജി ലെവൽ അല്ലേ, ബോറിന്റെ മോഡൽ അല്ലെങ്കിൽ ബോർ മോഡൽ പോസ്റ്റ്ലേറ്റ് യൂസ് ചെയ്ത് എനർജി ലെവൽ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി പഠിച്ചു അല്ലേ. 2 ഷെല്ലിന്റെ എനർജി ഉണ്ടെങ്കിൽ അതിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ എനർജി ഓഫ് എ ഷെൽ, ഒരു ഷെല്ലിന്റെ എനർജി കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരിക്കും, En അല്ലെങ്കിൽ എനർജി ഓഫ് എ ഷെൽ.
ഒരു ഷെല്ലിന്റെ എനർജി കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഇക്വേഷൻ ഉണ്ട് -RH into z² divided by n² എന്ന് പറയുന്ന ഒരു ഫോർമുല ഉണ്ട്. ഇതിൽ -RH എന്ന് പറഞ്ഞാൽ റഡ്ബർഗ് കോൺസ്റ്റന്റ് തന്നെ. നേരത്തെ ഞാൻ റഡ്ബർഗ് കോൺസ്റ്റന്റ് പറഞ്ഞപ്പോൾ ഒരു വാല്യൂ ഉണ്ടായിരുന്നു 10 എത്രയാണ് 109677 സെന്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് പറഞ്ഞ ഒരു വാല്യൂ ഉണ്ട്. അത് കൂടാതെ ഒരു വാല്യൂ ആണ് 2.18 into 10 raised to -18 ജൂൾ. അപ്പൊ ഈ വാല്യൂ കാണാതെ പഠിക്കുക. -RH ന്റെ വാല്യൂ അല്ല, RH ന്റെ വാല്യൂ ആണ് എത്ര 2.18 into -10 raised to -18. ഇനി Z എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അറ്റോമിക് നമ്പറിനെ ആയിരിക്കും അത് ചെയ്യുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ Z എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റോമിക് നമ്പർ. A എന്ന് പറഞ്ഞാൽ അറ്റോമിക് മാസ് ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് ഇക്വേഷൻ വേണ്ട എന്താണ്? Z. ഇനി n എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്പർ ഓഫ് ഷെൽ. ഏത് ഷെല്ലിന്റെ എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത് അതാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യേണ്ടത്? യൂസ് ചെയ്യേണ്ടത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സിമ്പിൾ ആയിട്ട് നമുക്ക് എനർജി ഓഫ് ഹൈഡ്രജന്റെ എനർജി കണ്ടുപിടിക്കണം. എനർജി ഓഫ് ഹൈഡ്രജൻ അല്ലെങ്കിൽ ഹൈഡ്രജന്റെ ഷെല്ലിന്റെ എനർജി കണ്ടുപിടിക്കാൻ വേണ്ടി എന്തിട്ട് കൊടുത്താൽ മതി? -18 into 10 raised to -18 into അറ്റോമിക് നമ്പർ ഓഫ് ഹൈഡ്രജൻ എത്രയാണ്? നമുക്കറിയാം 1 ആണ്. അപ്പൊ 1² divided by n. നമുക്കറിയാം ഹൈഡ്രജനകത്ത് എത്ര ഷെല്ലുള്ളൂ? ഒരു ഷെല്ല് മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പൊ n എന്ന് പറയുന്നത് 1 ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഇത് ഇട്ട് കൊടുത്താൽ നമുക്ക് എനർജി ഓഫ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 2 into 10 raised to -18 ജൂൾ എന്ന് പറയുന്ന ഒരു എനർജി ആയിരിക്കും നമുക്ക് എന്തെന്ന് പറയുന്നത് ഒരു ഹൈഡ്രജന്റെ ആദ്യത്തെ ഷെല്ലിന്റെ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഇക്വേഷൻ ആണ് പഠിച്ചത്. ഇക്വേഷൻ മനസ്സിലാക്കിയിരിക്കണം. കഴിഞ്ഞ കൊല്ലം അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ നമുക്ക് ഇക്വേഷൻസ് എന്തില്ല, വലിയ ഇമ്പോർട്ടൻസ് ഇല്ലായിരുന്നു. നമ്മൾ തിയറി മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ ആദ്യത്തെ ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു ഇക്വേഷൻ എന്താണ്? ഒരു ഷെല്ലിന്റെ എനർജി എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്. അപ്പൊ ന്റെ ഇക്വേഷൻ എന്താണ്? ഇപ്പോൾ തന്നെ പഠിച്ചതാണ്. -RH into z² divided by n². അപ്പം RH എന്ന് പറഞ്ഞാൽ എന്താണ്? റഡ്ബർഗ് കോൺസ്റ്റന്റ് ആണ്. അതിന് എനർജിയുടെ ടേമിലാണ് കോൺസ്റ്റന്റ് തന്നിരിക്കുന്നത്. വാല്യൂ എത്രയാണ്? 2.18 into 10 raised to -18 ജൂൾ. അപ്പൊ 10 raised to -18 ജൂൾ. Z എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ ആണ്. അത് n എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ഷെൽ ആണ്. ഏത് ഷെല്ലാണ് അതാണ് നമ്മൾ n എന്ന് പറഞ്ഞ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി സെക്കൻഡ് ഒരു ഇക്വേഷൻ ഉണ്ട്. അത് റേഡിയസ് ഓഫ് ദി ഷെൽ. അപ്പൊ ഷെല്ലിന്റെ റേഡിയസ് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ ഹൈഡ്രജന്റെ തന്നെ ആദ്യത്തെ ഷെല്ലിന്റെ ആ ഒരു ഡയ അല്ലെങ്കിൽ റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഹൈഡ്രജൻ അല്ല, പൊതുവേ ഉള്ള ഒരു എലമെന്റിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ അതിന് നമ്മൾ സ്മോൾ r ആയതുകൊണ്ട് സ്മോൾ ലെറ്റർ r എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഈസ് ഈക്വൽ ടു 0.529 into n² divided by z. അപ്പൊ ഇക്വേഷൻ പഠിച്ചു പോകുക. rn is equal to 0.529 into n² divided by z. നേരത്തെ പറഞ്ഞ പോലെ തന്നെ n എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്പർ ഓഫ് ദി ഷെൽ. ഏത് ഷെല്ലാണോ അതിന്റെ എണ്ണത്തിനായിരിക്കും. ഇപ്പൊ k എന്ന് പറയുന്ന ഷെൽ ആണെങ്കിൽ നമുക്കറിയാം k നമ്മുടെ അറിയുന്ന എത്രാമത്തെ ഷെല്ലാ? ഫസ്റ്റ് ഷെല്ലായിരിക്കും. അപ്പൊ k ആണെങ്കിൽ n is equal to 1. l എന്ന് പറയുന്ന ഷെൽ ആണെങ്കിൽ n is equal to 2. m എന്ന് പറയുന്ന ഷെൽ ആണെങ്കിൽ n is equal to 3. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഹൈഡ്രജന്റെ കാര്യമാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്തു കൊടുക്കണം? ഹൈഡ്രജന്റെ r അല്ലെങ്കിൽ റേഡിയസ് അല്ലെങ്കിൽ ഫസ്റ്റ് ഷെല്ലിന്റെ റേഡിയസ് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ 0.529 into n എത്രയാണ്? 1 ആയിരിക്കും. ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ എത്രയായിരിക്കും? 1 ആയിരിക്കും. അപ്പം ഇത്ര എന്തായിരിക്കും? പൈക്കോമീറ്റേഴ്സ് ആയിരിക്കും അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പം അതിന്റെ ജനറൽ ആയിട്ടുള്ള ഇതെന്ന് പറയാം, ഹൈഡ്രജന്റെ ഇതെന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 0.529 ആണ് ആദ്യത്തെ ഒരു ഷെല്ലിന്റെ സൈസ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ബോർ മോഡലിലേക്ക് ഇനി അടുത്ത ഇപ്പൊ ഇത്രയാണ് നമ്മൾ പോസ്റ്റ്ലേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ജനറൽ ആയിട്ടുള്ള പോസ്റ്റ്ലേറ്റ്സിന്റെ കൂടെ തന്നെ കുറച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച് അഡീഷണൽ ആയിട്ട് കുറച്ച് ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ മൊത്തത്തിൽ ബോർ മോഡലിൽ തന്നെ നമ്മൾ 4 ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്.
ബോർ മോഡലിൽ തന്നെ 4 ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഇൻ എനർജി ലെവൽ ഓഫ് ആൻ ഓർബിറ്റ്. ഒരു ഓർബിറ്റിൽ നിന്നും മറ്റൊരു ഓർബിറ്റിലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എനർജി ഡിഫറൻസ് ഡെൽറ്റ ഇ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പഠിച്ചു. സെക്കൻഡ് എന്താണ് പഠിച്ചത്? ആംഗുലർ മൊമെന്റം ഓഫ് ആൻ ഓർബിറ്റിൽ അതിന്റെ ഒരു ഇലക്ട്രോണ് ഒരു ഹൈ വെലോസിറ്റി കടന്ന് റിവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ആംഗുലർ മൊമെന്റം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് പറഞ്ഞത് സെക്കൻഡ്. ഇനി തേർഡ് എന്താണ് പറഞ്ഞത്? എനർജി, അല്ലെങ്കിൽ നേരത്തെ എനർജി ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഒരു എനർജി കണ്ടുപിടിക്കാനുള്ള അല്ലെങ്കിൽ ഒരു ഓർബിറ്റിന്റെ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട്. അവിടെ ഒരു കൺഫ്യൂഷൻ വരലും റഡ്ബർഗ് കോൺസ്റ്റന്റ് നേരത്തെ എത്രയാണ്? 109677 എന്നാണ് പഠിച്ചത്. ഇവിടെ നമ്മൾ എത്രയാണ് എഴുതിയിട്ടിരിക്കുന്നത്? 2.18 × 10⁻18 എന്ന് പറഞ്ഞാണ് എഴുതിയിട്ടിരിക്കുന്നത്. അപ്പൊ ആ ഡിഫറൻസ് എന്ത് ചെയ്യണം? അത് പഠിച്ചു വെക്കണം. രണ്ടും കൂടെ കൺഫ്യൂസ് ചെയ്യും. നമ്മൾ ഇനി ഈ ഇക്വേഷനിൽ നിന്നും അതിലേക്ക് നമ്മൾ കടക്കും. അതാണ് അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനു മുമ്പ് ഈ വാല്യൂ എന്ത് ചെയ്യണം? അതേപോലെ പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി അടുത്തത് പറഞ്ഞ എന്താണ് നമ്മൾ പഠിച്ച? ഒരു റേഡിയസ്, ഒരു ഓർബിറ്റിന്റെ റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് നമ്മൾ അടുത്ത് പഠിച്ചത്. അതിന്റെ ഇക്വേഷൻ എത്രയായിരുന്നു? 0.529 × n² divided by z എന്ന് പറയുന്നതാണ് അതിന്റെ ഫോർമുല. അപ്പൊ ഇവിടെ കിട്ടുന്ന പറഞ്ഞൊരു ആക്ച്വൽ വാല്യൂ അല്ലെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഏകദേശം അതിന് അടുത്തതായിട്ടുള്ള ഒരു വാല്യൂ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചെറിയൊരു ഡെറിവേഷൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലിമിറ്റേഷൻസ് ആണ് പറയാൻ പോകുന്നത്. അപ്പൊ എന്തിന്റെ ഡെറിവേഷൻ ആണെന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പഠിച്ചതിനകത്ത് വേവ് നമ്പർ ഓഫ് ഹൈഡ്രജൻ അല്ലെങ്കിൽ വേവ് നമ്പർ ഓഫ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ പഠിച്ചത് ഓർമ്മയുണ്ടോ? വേവ് നമ്പർ ഈസ് ഈക്വൽ ടു 1077 × 1 - n1² - 1/n2² എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടില്ലായിരുന്നോ വേവ് നമ്പറിന് വേണ്ടി? ആ ഇക്വേഷൻ എങ്ങനെയാണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബോർ മോഡൽ. അപ്പൊ ബോർ മോഡൽ വെച്ചിട്ടാണ് എന്ത് ചെയ്തത്? ഈ ഇക്വേഷൻ നമ്മൾ നേരത്തെ റഡ്ബർഗ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് എന്ത് ചെയ്തത്? ഡിറൈവ് ചെയ്തു. അപ്പൊ അത് എങ്ങനെയാണ് ഈ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഡെറിവേഷനിലേക്ക് എത്തിച്ചേരുന്നത്? ഹൈഡ്രജന്റെ കാര്യത്തിൽ എങ്ങനെയാണ് ഇവിടെ എത്തിച്ചേരുന്നത് എന്നാണ് നമ്മൾ അടുത്ത പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ പറയാൻ പോകുന്നത്? ഡെറിവേഷൻ ഓഫ് റഡ്ബർഗ് ഇക്വേഷൻ ഫോർ ഹൈഡ്രജൻ. ഹൈഡ്രജനിന്റെ റഡ്ബർഗ് ഇക്വേഷൻ ആയ അല്ലെങ്കിൽ ഈ വേവ് നമ്പർ ഈസ് ഈക്വൽ ടു വേവ് നമ്പർ എത്രയാണ്? 109677 × 1/n1² - 1/n2². ആ ഒരു ഡെറിവേഷനിലേക്ക് എങ്ങനെയാണ് നമ്മൾ ബോർ മോഡലിന്റെ സഹായത്തോടെ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുക എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ ജനറൽ ആയിട്ട് ഉള്ള ചോദിക്കുന്ന എക്സാമിന് ചോദിക്കുന്ന ഒരു തിയറിറ്റിക്കൽ പാർട്ടാണ് ഏതെന്ന് പറയുന്നത് നമ്മളിപ്പം ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഡിറൈവ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഓൾറെഡി ബോർ മോഡലിൽ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ എഴുതുവാണ്. അപ്പൊ ഇക്വേഷൻ എന്തായിരുന്നു? ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് പഠിച്ചത്? E2 - E1 അല്ലെങ്കിൽ എനർജി E2 ൽ നിന്നും E1 എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, അതാണ് നമ്മൾ ആദ്യത്തെ. ഇനി ഓരോ ഓർബിറ്റലിന്റെ എനർജി ലെവൽ കണ്ടുപിടിക്കാൻ വേണ്ടി ഇക്വേഷൻ ഉണ്ട് അല്ലേ? എന്തായിരുന്നു? RH - RH × n² ഡിവൈഡഡ് z² ഡിവൈഡഡ് ബൈ n². ഇതാണ് ആദ്യത്തേത് അല്ലേ? എല്ലാം 2 ഇട്ട് കൊടുക്കണം അല്ലേ? E2 ആണെങ്കിൽ n2 അതേപോലെ തന്നെ z2 എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യണം. മൈനസ് വീണ്ടും ഇവിടത്തെ ഒരു മൈനസ് വരും. RH × z1² ഡിവൈഡഡ് ബൈ n1². ഓക്കെ, ഇനി ഇവിടെ രണ്ടിടത്തും മൈനസ് സൈൻ ഉണ്ട്. ആദ്യമേ ഞാൻ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് പുറത്തോട്ട് എടുക്കുന്നു എന്ന് വെച്ചാൽ ഞാൻ 2.18 × 10⁻⁻18 അതാണല്ലോ RH എന്ന് പറയുന്ന വാല്യൂ. അതിനെ ഞാൻ പുറത്തോട്ട് എടുക്കുന്നു. പുറത്തോട്ട് എടുത്തതിന് ശേഷം രണ്ട് സ്ഥലത്തും എന്തായിരിക്കും? ഹൈഡ്രജനെ തന്നെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഹൈഡ്രജനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 1 അല്ലേ? ഹൈഡ്രജന്റെ Z വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ മൈനസ് സൈൻ അവിടെ തന്നെ കിടക്കുന്നുണ്ട്, ശ്രദ്ധിക്കണം. -1 ഡിവൈഡഡ് ബൈ n2² മൈനസ് അല്ലെങ്കിൽ പ്ലസ് മൈനസ് എന്തായിട്ട് പോയി? പ്ലസ് ആയിട്ട് അങ്ങനെ ചേഞ്ച് ചെയ്ത് 1 ഡിവൈഡഡ് ബൈ n1². ഓക്കെ, ഇനി ഇതിനെ ഒന്നും കൂടെ ഞാൻ റീറൈറ്റ് ചെയ്യുകയാണ്.
2.18 into 10 raised to minus 18 into 1 by n1 square minus 1 by n2 square എന്ന് പറഞ്ഞ് എഴുതാം. ഓക്കേ, എഴുതാലോ. അപ്പോൾ എനിക്ക് ഇവിടെ കിട്ടിയത് എന്താണ്? e ന്റെ വാല്യൂ ആണ് കിട്ടിയത് അല്ലേ? e ന്റെ വാല്യൂ ആണ് ഇവിടെ കിട്ടിയത്. ഇനി e എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ e എന്ന് പറഞ്ഞാൽ ജനറലി നമ്മൾ പഠിച്ചിട്ടുണ്ട് e h nu ആണ്. e എന്ന് പറഞ്ഞാൽ h nu ആണ്. അങ്ങനെയാണെങ്കിൽ nu അല്ലെങ്കിൽ ഫ്രീക്വൻസി എന്തായിരിക്കും? 2.18 into 10 raised to minus 18 divided by ഈ h ഡിനോമിനേറ്റർ കാരണം അല്ലേ? h എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ കാരണം. ഡിനോമിനേറ്റർ വരുന്നത് 6.626 into 10 raised to minus 34. അപ്പം ഇത് എന്തുകൊണ്ട് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. അപ്പം അങ്ങനെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും 2.18 into 10 raised to minus 18 നെ 6.626 into 10 raised to minus 34 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് അവിടെ ന്യൂ എത്ര ആയിട്ട് കിട്ടും? ഒരു 3.29 into 10 raised to 15 എന്ന് പറഞ്ഞ ഒരു വാല്യൂ കിട്ടും. ഓക്കേ ഓക്കേ 3.29 into 10 raised to minus 15. കാരണം ഡിനോമിനേറ്ററിൽ ഒരു വലിയ നെഗറ്റീവ് വാല്യൂ ആണ്. അത് മേളിൽ വരുമ്പോഴത്തേക്ക് എന്തായിട്ട് പോകും? ഒരു പോസിറ്റീവ് വാല്യൂ ആയിട്ട് മാറും. അപ്പോൾ ന്യൂ ന്റെ വാല്യൂ കിട്ടി. ഓക്കേ, ഇനി ന്യൂ ന്റെ വാല്യൂ കിട്ടിയാൽ ഓൾറെഡി നമുക്ക് ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. c lambda into nu. അങ്ങനെയാണെങ്കിൽ nu എന്തായിരിക്കും? c divided by lambda. ഓക്കേ, lambda എന്തായിരിക്കും? സോറി, nu c divided by lambda. ഓക്കേ, അങ്ങനെയാണെങ്കിൽ സോറി ഇതിൽ നിന്ന് വേവ് നമ്പർ എന്ന ഒരു ഇക്വേഷൻ ഡെറൈവ് ചെയ്യാം. വേവ് നമ്പർ ഈസ് ഈക്വൽ ടു ഈ കിട്ടിയത് അല്ലെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് നോക്കിയാൽ മതി അല്ലേ? ഇതെന്ന് പറഞ്ഞാൽ ഈ 1 by lambda നെ എനിക്ക് എന്താ എഴുതാൻ പറ്റും? nu is equal to 1 by lambda എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതുന്നു c into 1 by lambda എന്ന് എഴുതുന്നു. ഈ 1 by lambda ആണ് നമ്മുടെ എന്തെന്നുള്ള വാല്യൂ? വേവ് നമ്പർ. ഈ വേവ് നമ്പർ into c is equal to nu ആണ്. അങ്ങനെയാണെങ്കിൽ വേവ് നമ്പർ is equal to nu divided by c അല്ലേ? ഈ കിട്ടിയ നമുക്ക് nu നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? നമുക്ക് c എന്ന് പറയുന്നത് അല്ലേ സ്പീഡ് ഓഫ് ലൈറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. Therefore wave number is equal to 3.29 into 10 raised to minus 15 divided by 3 into 10 raised to 8 into 1 by n1 square minus 1 by n2 square. അപ്പോൾ ഇത് ചെയ്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? ഒരു നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ്. വേവ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ഈസ് ഈക്വൽ ടു 109677 into 1 by n1 square minus 1 by n2 square. അപ്പം ഇത് എന്തിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്? ബോറിന്റെ മോഡലിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ബോറിന്റെ മോഡലിൽ നിന്നും ഏതൊക്കെ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടുണ്ട്? രണ്ട് ഇക്വേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, രണ്ട് ഓർബിറ്റലിൽ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോൺ ഒരു ഓർബിറ്റലിൽ നിന്ന് മറ്റൊരു ഓർബിറ്റലിലേക്ക് ജമ്പ് ചെയ്യുകയാണെങ്കിൽ ആ ഡിഫറൻസ് ഇൻ എനർജി ലെവൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഡെൽറ്റ ഇ എന്ന് പറയുന്നത്. ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ ഓർബിറ്റലിലും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു എനർജി ഉണ്ട്. അപ്പൊ അതും കൂടെ എന്ത് ചെയ്യണം? നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും യൂസ് ചെയ്താണ് നമ്മൾ അവസാനം എന്ത് ചെയ്തത്? വേവ് നമ്പർ ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു ഫോർമുലയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഡെറിവേഷനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ ഒരു ഡെറിവേഷൻ അതേപോലെ ബോർ മോഡലിനെ ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അത് ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത ലിമിറ്റേഷനിലേക്ക് പോകാം. ഓക്കെ, അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്?
ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തോടെ നമുക്ക് ബോർ മോഡൽ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നമുക്ക് അടുത്തത് അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിലെ അവസാനത്തെ ടോപ്പിക് ആണ് ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ഡിഫെക്ട്സ് അല്ലെങ്കിൽ നമ്മള് ബോർ മോഡലിനെ കുറച്ച് എന്തുണ്ട്, കുറച്ച് ബോർ മോഡലിന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ പ്രശ്നങ്ങളെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ബോർ മോഡൽ cannot explain fine spectrum. Cannot explain fine spectrum. ഫൈൻ സ്പെക്ട്രത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. അപ്പൊ ഫൈൻ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈൻ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മളൊരു സ്പെക്ട്രോസ്കോപ്പി കുറച്ചും കൂടെ ഹൈ പവർ അല്ലെങ്കിൽ ഹൈ റെസൊല്യൂഷൻ ഉള്ള സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്ത് നമ്മൾ സ്പെക്ട്രത്തിനെ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് കുറച്ചും കൂടെ ഫൈൻ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ ഫൈൻ ആയിട്ട് ഡിവൈഡ് ചെയ്ത് ആ സ്പെക്ട്രത്തിനെ കുറിച്ച് എന്ത് ചെയ്യുന്നില്ല, ബോർ മോഡലിനെ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഡിവൈഡ് ചെയ്ത സ്പെക്ട്രത്തിനെ വീണ്ടും നന്നായിട്ട് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. അപ്പൊ അതിന്റെ ഓരോ ഫിനോമിനാസ് ബോർ മോഡലിനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. ഇനി ഇനി അടുത്ത സെക്കൻഡ് ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാലും സ്പെക്ട്രത്തിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ സ്പ്ലിറ്റ്, അടുത്ത സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചേക്ക, സ്പ്ലിറ്റിംഗ് ഓഫ് spectrum line, splitting of spectrum line by magnetic effect. Magnetic effect മൂലം ഉണ്ടാകുന്ന സ്പ്ലിറ്റിംഗ്, സ്പെക്ട്രം സ്പ്ലിറ്റ് ചെയ്യും. അതിനൊരു സ്പെഷ്യൽ പേരുണ്ട്, സീമാൻ എഫക്ട് എന്ന് വിളിക്കും. സീമാൻ എഫക്ട് എന്ന് പറഞ്ഞാൽ splitting of spectrum by magnetic field. Magnetic field മുഖേന നമ്മുടെ സ്പെക്ട്രം എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു എഫക്റ്റിനെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മുടെ ബോർ മോഡൽ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇറ്റ് cannot explain splitting of spectrum line by magnetic field and electrical field. Electrical field മൂലം ഉണ്ടാകുന്ന എഫക്റ്റിനെയാണ് നമ്മൾ സ്റ്റാർക്ക് എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ സ്റ്റാർക്ക് എഫക്റ്റ് എന്തായാലും നമുക്ക് ഓർത്തിരിക്കാൻ ഭയങ്കര എളുപ്പമാണ് അല്ലേ? നമ്മളെല്ലാവരും ഈ അയൺമാൻ പടമൊക്കെ കാണുന്നുണ്ട്. അയൺമാൻ എന്തായിരിക്കും, ടോണി സ്റ്റാർക്ക് അല്ലേ? ടോണി സ്റ്റാർക്ക് മെയിൻ ആയിട്ട് ഫുള്ളും എന്തായിരിക്കും, ഇലക്ട്രിക്കൽ പവർ ഒക്കെയാണ് യൂസ് ചെയ്തത്. അപ്പൊ ഇലക്ട്രിക്കൽ ഫീൽഡ് മുഖേന ഉണ്ടാകുന്ന എഫക്റ്റ് ആണ് ഏത്, സ്റ്റാർക്ക് എഫക്റ്റും. മാഗ്നറ്റിക് ഫീൽഡ് മുഖേന നമ്മുടെ സ്പെക്ട്രം എന്ത് ചെയ്യുന്നുണ്ട്, സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ആ എഫക്റ്റിനെയാണ് എന്ത് വിളിക്കുന്നത്, സീമാൻ എഫക്റ്റ്. അപ്പൊ സീമാൻ എഫക്റ്റിനെയും സ്റ്റാർക്ക് എഫക്റ്റിനെയും ബോർ മോഡലെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റിയില്ല, എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പൊ അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സെക്കൻഡ് ഇതായിട്ട് നമ്മൾ പറയുന്നത്. ഇനി തേർഡ്, ഫിക്സഡ് ഓർബിറ്റ്. ഫിക്സഡ് ഓർബിറ്റ് കൺസെപ്റ്റ്, orbit concept is against present study. അപ്പൊ പ്രസന്റ് സ്റ്റഡിയിൽ നിന്നും പ്രസന്റ് ആയിട്ട് നമ്മളിപ്പോൾ മെയിൻ ആയിട്ട് നമ്മളിപ്പോൾ ഡീൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ഇലക്ട്രോൺ ഇന്ന സ്ഥലത്ത് കാണാൻ പറ്റും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ പകരം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ കാണാൻ പ്രോബബിലിറ്റി ഉണ്ട്. ആ പ്രോബബിലിറ്റിനെയാണ് നമ്മൾ ഇപ്പോഴത്തെ സ്റ്റഡി കൊണ്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പ്രോബബിലിറ്റി ആണ് നമ്മൾ ഈ പറയുന്നത് പറഞ്ഞാൽ ഈ പീക്ക് കൂടിയ സ്ഥലത്തൊക്കെ ഇലക്ട്രോൺ കാണാനുള്ള ചാൻസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഓർബിറ്റ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. പക്ഷെ പണ്ട് ബോർ മോഡൽ എന്താണ് പറയുന്നത്, ഇലക്ട്രോൺ ഇന്ന സ്ഥലത്ത് കാണും, ഇലക്ട്രോൺ ആ ഓർബിറ്റലിൽ കാണും എന്നൊരു എന്ത് ചെയ്യും, ഒരു അവിടെ തന്നെ ഉണ്ട് എന്നൊരു പ്രസന്റ് ആയിട്ടാണ് എന്ത് പറയുന്നത്, നമ്മൾ ബോർ പറയുന്നത്. അപ്പം ബോറിന്റെ കൺസെപ്റ്റ് അനുസരിച്ചിട്ടുള്ളതല്ല നമ്മൾ ഇപ്പോഴത്തെ കറണ്ട് ആയിട്ടുള്ള ഓർബിറ്റലിന്റെ ലെവൽ എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ കാണാൻ അല്ലെങ്കിൽ ആ ഓർബിറ്റ് എന്ന് പറഞ്ഞ ഒരു പ്രോബബിലിറ്റി റീജിയൻ ആണ്. അപ്പൊ അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയും. അതാണ് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. അപ്പൊ പ്രസന്റ് കൺസെപ്റ്റിൽ നിന്നും ഫിക്സഡ് ഓർബിറ്റലിന്റെ കൺസെപ്റ്റ് എന്തായിരിക്കും, വേറെയാണ്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് കാൻ എക്സ്പ്ലെയിൻ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അപ്പൊ ലാസ്റ്റ് ആയിട്ടുള്ളതാണ് എന്ത്, അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിനെ കുറിച്ച് ബോർ മോഡൽ എന്ത് ചെയ്യുന്നില്ല, എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പം എന്തൊക്കെയാണ് നമ്മൾ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഇറ്റ് കാനോട്ട് എക്സ്പ്ലെയിൻ ഫൈൻ സ്പെക്ട്രം. നമ്മൾ ഹൈ റെസൊല്യൂഷൻ ഉള്ള സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്താൽ അവിടെ വീണ്ടും എന്ത് ചെയ്യും, നമുക്കറിയാവുന്ന സ്പെക്ട്രം വീണ്ടും ഫൈൻ ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആ ഫൈൻ ആയിട്ടുള്ള സ്പെക്ട്രത്തിനെ കുറിച്ച് എന്ത് ചെയ്യുന്നില്ല, ബോർ മോഡലിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കില്ല. ഇനി സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് മുഖേനയും ഇലക്ട്രിക്കൽ ഫീൽഡ് മുഖേനയും സ്പെക്ട്രം വീണ്ടും ഫർദർ ആയിട്ട് എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്യും.
മാഗ്നറ്റിക് എഫക്റ്റ് മുഖേന സ്പ്ലിറ്റ് ചെയ്യുന്ന എഫക്റ്റിനെയാണ് നമ്മൾ സീമൻ എഫക്റ്റ് എന്നും, അതേപോലെ തന്നെ നമ്മൾ ഇലക്ട്രിക്കൽ ഫീൽഡ് മുഖേന സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സ്റ്റാർക്ക് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് എഫക്റ്റും എന്ത് ചെയ്യുന്നില്ല, ബോർ മോഡലിന്റെ സഹായത്തോടെ നമുക്ക് പറയാൻ സാധിക്കില്ല. ഇനി തേർഡ് എന്ന് പറഞ്ഞാൽ പ്രസന്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഒരു ഡിഫറെന്റ് ആയിരിക്കും. നമ്മള് ബോർ മോഡലിന്റെ നമ്മൾ ഓർബിറ്റ് എന്താണ്, നമ്മൾ ഫിക്സഡ് എന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ പ്രസന്റ് ഡേയിൽ നമ്മൾ ഓർബിറ്റലിനെ നമ്മൾ ഒരു പ്രോബബിലിറ്റി ആയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ നമ്മൾ പ്രസന്റിൽ നിന്നും ഓർബിറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ബോറിന്റെ മോഡൽ എന്തുണ്ട്, കുറച്ച് ഡീവിയേഷൻസ് ഉണ്ട്. അപ്പൊ അത് തന്നെ എന്തായിരിക്കും, അതിന്റെ ഒരു ലിമിറ്റേഷൻ ആണ്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ട്. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആരെ കൊണ്ട് സാധിച്ചിട്ടില്ല, ബോർ മോഡലിനെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് കൊണ്ട് നമ്മൾ ബോർ മോഡലിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ അല്ലെങ്കിൽ നമ്മളിപ്പോ പ്രസന്റ് കൺസെപ്റ്റ് ആയിട്ടുള്ള മോഡലിനെ കുറിച്ചാണ് നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിന് മുന്നായിട്ട് നമ്മൾ ഇതുവരെ പഠിച്ചതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അത് എന്തെങ്കിലും റെക്ടിഫൈ ചെയ്യാനുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് എന്ത് ചെയ്യുക, ബന്ധപ്പെടുക. അല്ലെങ്കിൽ ഓഫീസിൽ സാറുമായിട്ട് എന്തെങ്കിലും കോൺടാക്ട് ചെയ്ത് പറഞ്ഞാലും മതി. ഓക്കെ, ഇതാണ് നമ്മൾ ജസ്റ്റ് നമ്മൾ ഇന്നത്തെ ക്ലാസ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് ഏതൊക്കെയാണ് പറഞ്ഞത്, നമ്മൾ ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും പറഞ്ഞു, ബോറിന്റെ ഡിഫറെന്റ് പോസ്റ്റ്ലേറ്റ്സ് പറഞ്ഞു, ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു 4 ഇക്വേഷൻസിനെ കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. പിന്നെ റഡ്ബർഗ് ഇക്വേഷൻ അല്ലെങ്കിൽ വേവ് നമ്പർ 4 ഹൈഡ്രജന്റെ ഡെറിവേഷനിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലിമിറ്റേഷൻസ് ഓഫ് ബോർ മോഡൽ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് കണ്ടത്. ഓക്കെ, അപ്പൊ ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കൊണ്ട് നമുക്ക് ഡിസ്കസ്